BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. നിരോധിത പെലാജിക് വല ഉപയോഗിച്ച മീൻ പിടിച്ച 2 ബോട്ടും വലയും പിടികൂടിയ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ വല റോഡിൽ വിരിച്ചിട്ടു ഗോശ്രീ 3-ാം പാലം ഉപരോധിച്ചു. പിടിച്ചെടുത്ത സെന്റ് ആൻഡ് സ്റ്റാർമിൻ എന്നീ യന്ത്രവൽകൃത ബോട്ടുകൾ ഫിഷറീസ് അധികൃതർക്ക് കൈമാറി. ഇതോടെ ഗോശ്രീ പാലം വഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. പെലാജിക് വല ഉപയോഗിച്ച് നടത്തുന്ന മീൻപിടുത്തത്തിൽ ചെറുമീൻ മുതൽ വലുതുവരെ കുടുങ്ങുന്നതിനാൽ കടലിൽ മീനിന്റെ വംശനാശം നേരിടുകയാണെന്നും ചൂണ്ടിക്കാട്ടി. കൊച്ചിക്ക് തെക്ക് പടിഞ്ഞാറ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ടുകൾ വളഞ്ഞു പിടികൂടിയത്. ഒരു ബോട്ട് വല അറുത്തുമാറ്റി ഓടിച്ചു രക്ഷപ്പെട്ടതായും അവർ വെളിപ്പെടുത്തി. നിരോധനം അവസാനിപ്പിക്കാൻ പോലീസ് നടത്തിയ ശ്രമം വിജയിച്ചില്ല. ചർച്ച നടത്തുന്നതിന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ ബെൻസണിന് സ്ഥലത്തെത്തണമെന്ന് സമരക്കാർ ക്ഷണിച്ചതോടെ അദ്ദേഹം എത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ പി അനീഷ്, SP-മാരായ ജയകുമാർ, നിസാമുദ്ദീൻ എന്നിവർ കൂടി പങ്കെടുത്ത ചർച്ചയുടെ വിവരം ഫോണിലൂടെ ഫിഷറീസ് ഡയറക്ടർ ധരിപ്പിച്ചു. ഇന്ന് ഇതേക്കുറിച്ച് ഫിഷറീസ് ഡയറക്ടർ ചർച്ച നടത്തുമെന്ന ധാരണയിൽ ഉപരോധം പിൻവലിച്ചു. കെട്ടിട നികുതിയിൽ നിന്നുള്ള കോർപ്പറേഷന്റെ വരുമാനത്തിൽ മുൻ വർഷത്തേക്കാൾ 1 കോടി രൂപയുടെ കുറവ്. കെട്ടിട നികുതിയിൽ നിന്ന് കോർപ്പറേഷന് വരുമാനം 2022-23 122 കോടി രൂപയായിരുന്നുവെങ്കിൽ 2023-24 121 കോടി രൂപയായി കുറഞ്ഞു. 2023-24 വർഷം മൊത്തം നികുതിയായി പിരിച്ചത് 173 കോടി രൂപയാണ്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 10 കോടി രൂപയുടെ വർധന. 2022-23 163 കോടി രൂപയായിരുന്നു ആകെ നികുതി വരുമാനം. കെട്ടിട നികുതിക്ക് പുറമെയുള്ള വരുമാനത്തിൽ നിന്നാണ് ഈ വർധന. കെട്ടിട നികുതി കുടിശ്ശിക പിരിക്കാൻ തുടങ്ങിയിട്ടും കോർപ്പറേഷന്റെ വരുമാനം കുറഞ്ഞത് അതീവ ഗൗരവമായ കാര്യമാണെന്ന് UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറി MG അരിസ്റ്റോട്ടിൽ പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണെന്നും പരിശോധിക്കണം. കോർപ്പറേഷൻ അസറ്റ് രജിസ്റ്റർ കൃത്യമായി പരിപാലിക്കുകയോ നികുതി പിരിവ് ഊർജിതമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ലെന്നും MG അരിസ്റ്റോട്ടിൽ കുറ്റപ്പെടുത്തി. അതേസമയം 2013-14 മുതൽ കെട്ടിട നികുതി കുടിശ്ശിക ഈടാക്കുന്നുണ്ടെന്നും അതിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകളാണ് കെട്ടിട നികുതി വരുമാനത്തിൽ വ്യത്യാസമുണ്ടാക്കാൻ കാരണമെന്നും മേയർ M അനിൽകുമാർ പറഞ്ഞു. നേരത്തെ കുടിശ്ശിക അടച്ചവർ 2023-24 വർഷത്തിൽ അടക്കില്ല. അതുകൊണ്ടാണ് നികുതി വരുമാനത്തിൽ കുറവ് വന്നത്. ഡേറ്റകളിലെ പിശകുകൾ തിരുത്തുന്നതോടെ ഇനി ഘട്ടം ഘട്ടമായി വർധനയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മേയർ പറഞ്ഞു. കോർപ്പറേഷൻ നികുതി പിരിവിൽ അനാസ്ഥയുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിച്ചിരുന്നു. നികുതി ഇനത്തിൽ ഇപ്പോൾ കിട്ടുന്നതിന്റെ ഇരട്ടിയെങ്കിലും കോർപ്പറേഷന് ലഭിക്കേണ്ടതാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. വാണിജ്യ സ്ഥാപനങ്ങൾ ഏറെയുള്ള കൊച്ചിക്ക് വലിയ നികുതി വരുമാനം ലഭിക്കേണ്ടതാണെന്നും എന്നാൽ ഈ നികുതി എവിടെയോ ചോർന്നു പോകുന്നുണ്ടെന്നായിരുന്നു വിമർശനം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. മത്സ്യലഭ്യത കുറയുകയും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് തീരക്കടലിൽ മീൻ ലഭിക്കാതാവുകയും ചെയ്തതോടെ തീരമേഖല സംഘർഷഭരിതം. നിരോധിത പെയർ പെലാജിക് വലകൾ ഉപയോഗിച്ച് ട്രോളിംഗ് ബോട്ടുകൾ മീൻ പിടിക്കുന്നതിനാലാണ് മത്സ്യലഭ്യത കുറഞ്ഞതെന്നാണ് ആരോപണം. ഇത്തരത്തിൽ മീൻ പിടിച്ച ബോട്ടുകളെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് കടൽ വെച്ച് പിടികൂടിയതും തുടർന്ന് നടത്തിയ ഉപരോധവും സംഘർഷത്തിന്റെ വക്കിലെത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് അംഗങ്ങളും സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് കോൺഗ്രസ് അംഗങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മാസം തോറും ലെവി നൽകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക DCCയുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായമായി വിതരണം ചെയ്യുമെന്ന് മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃപ്പൂണിത്തുറ സീതാറാം കലാമന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ക്യാമ്പ് നവവീര്യം 2025 മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു മുഹമ്മദ് ഷിയാസ്. നിയോജക മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് K ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃപ്പൂണിത്തുറ ബ്ലോക്ക് പ്രസിഡന്റ് PC പോൾ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, GCCA മുൻ ചെയർമാൻ N വേണുഗോപാൽ, KPCC നിർവാഹക സമിതി അംഗം KB മുഹമ്മദ് കുട്ടി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം, ഇടക്കൊച്ചി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്
NP മുരളീധരൻ, പോളച്ചൻ മണിയംകോട്, DCC ജനറൽ സെക്രട്ടറിമാരായ രാജു P. നായർ, RK സുരേഷ് ബാബു, NR ശ്രീകുമാർ, ഷെറിൻ വർഗീസ്, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനീല സിബി, കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് C. വിനോദ്, UDF തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് TK ദേവരാജൻ, മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ പറയന്താഴത്ത് എന്നിവർ സംസാരിച്ചു. അയൽവാസിയായ യുവാവിനെ പട്ടിക ഉപയോഗിച്ച് തലക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ 75-കാരൻ അറസ്റ്റിൽ. അങ്കമാലി പുളിയനം പീച്ചാനിക്കാട് ചാക്കരപ്പറമ്പ് മൂലൻ വീട്ടിൽ മത്തായി കുഞ്ഞിനെയാണ് അങ്കമാലി പോലീസ് അറസ്റ്റ് ചെയ്തത്. മത്തായി കുഞ്ഞിന്റെ വീടിന് സമീപം താമസിക്കുന്ന വിനീഷിനെയാണ് ആക്രമിച്ചത്. 12-ന് വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇരുവരും തമ്മിൽ നേരത്തെ മുതൽ അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച വാക്തർക്കം രൂക്ഷമായതോടെയാണ് വിനീഷിനെ ക്രൂരമായി മർദ്ദിച്ചത്. തലയോട്ടി പൊട്ടുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ വിനീഷിനെ വിവിധ ആശുപത്രികളിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇൻസ്പെക്ടർ RV അരുൺകുമാർ, SI-മാരായ K. പ്രദീപ് കുമാർ, MS ബിജീഷ്, വിജു PG, സീനിയർ CPO-മാരായ അജിത തിലകൻ, PV വിജീഷ്, ബിന്ദുരാജ്, AB സുരേന്ദ്രൻ, ജെയ്ജോ ആന്റണി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സുരക്ഷിതവും ആരോഗ്യകരവുമായ ഭക്ഷണം ഉറപ്പാക്കുന്നതിനായി ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർക്കശമാക്കുന്നു. 2024 ജൂൺ ജൂലൈ മാസങ്ങളിൽ നടന്ന പരിശോധനയിൽ 603 സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും അടച്ചിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. 17,531 പരിശോധനകളാണ് ഇക്കാലയളവിൽ നടത്തിയത്. 7,670 സാമ്പിൾ പരിശോധനയ്ക്കെടുത്തു. 2,783 സ്ഥാപനങ്ങൾക്ക് പ്രശ്നപരിഹാരത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇക്കാലയളവിൽ 1,427 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും 74,63,500 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. ഭക്ഷ്യ എണ്ണയുടെ പുനരുപയോഗം തടയുന്നതിന് നടത്തിയ പരിശോധനയിൽ 1,81,436 കിലോലിറ്റർ എണ്ണയാണ് ശേഖരിച്ചത്. പരിശോധനകൾ കർക്കശമാക്കുമ്പോൾ ഷവർമ വിൽക്കുന്ന കടകളിൽ പൂട്ട് വീഴുന്നതിന്റെ എണ്ണവും വർദ്ധിക്കുന്നു. ഷവർമയ്ക്ക് മാത്രമായി രൂപവൽക്കരിച്ച സ്ക്വാഡ് ഒരു മാസം കൊണ്ട് 1,274 കടകളിലാണ് പരിശോധന നടത്തിയത്. ഇതിൽ 86 സ്ഥാപനങ്ങളുടെ പ്രവർത്തനം നിർത്തിവെച്ചു. 373 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ജില്ലയിൽ മാത്രം 2 മാസത്തിൽ 1,21,800 രൂപ പിഴ ഈടാക്കി. എല്ലാ ആഴ്ചയിലും ഷവർമ കടകളിൽ പ്രത്യേക നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവരികയാണെന്നും എറണാകുളം അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ജോൺ വിജയകുമാർ PK പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.